ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. എല്ലാവർക്കും ഈദ് ആശംസകൾ. ഗൾഫിൽ ഒമാൻ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് ഈദ് ആഘോഷിക്കുകയാണ്. ഒരു 30 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാം ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്ക്. ഞങ്ങളിപ്പം ഈദൊക്കെ ആഘോഷിച്ചിട്ട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വൈകിട്ടത്തെ ഒരു കോളിന് പുറത്തേക്കൊന്ന് ഇറങ്ങുവാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, നേരെ ബുധയിലേക്ക് പോവുക. അവിടെയൊക്കെ ഒരുപാട് സൈറ്റ് സീനൊക്കെ കാണാനുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് അങ്ങോട്ട് പോണത്. അപ്പോൾ ബാക്കി മനാമയിലോ അല്ലെങ്കിൽ ബഹ്റൻ ബേയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ക്രൗഡായിരിക്കും. അപ്പോൾ എന്തായാലും നേരെ ബുധയിലോട്ട് പോവുകയാണ്. ബിനു ഉണ്ട് കൂടെ. നികാസൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല ഉറക്കമാണ്. രാജ് അവിടെ എത്തിച്ചേരുമെന്നാണ് പറഞ്ഞത്. വീഡിയോയിൽ ഞങ്ങളുടെ ഈദ് വിശേഷങ്ങളാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞങ്ങളുടെ ഈദ് ആശംസകൾ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ബുദയ ബീച്ചിലാണ്. അപ്പോൾ ഈദുമായിട്ട് അത്രമാത്രം തിരക്കാണ് ഈ ബീച്ചിലുള്ളത്. ഒരു പബ്ലിക് ബീച്ചാണിത്. അപ്പോൾ എന്തായാലും ആ ബീച്ചിലേക്ക് കുറച്ച് നേരമൊക്കെ ഇരുന്ന് അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ളൊരു പ്ലാനാണ്. രാജ് ഇവിടെ ഓൾറെഡി എത്തി. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ബുദയ പബ്ലിക് ബീച്ചിലാണ്. ഈദ് പ്രമാണിച്ച് ഇവിടെ നല്ല തിരക്കാണ്. ഒരുപാട് ആൾക്കാർ ഈ സൺസെറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളൊക്കെ 2 ദിവസം കൂടെ കഴിഞ്ഞ് സ്കൂളൊക്കെ ഓപ്പൺ ആവുകയല്ലേ. അപ്പോൾ അതിൻ്റെ ആഘോഷവും ഈദിൻ്റെ ആഘോഷവും, അപ്പോൾ അസാധ്യമായ ഒരു തിരക്കാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ആൾക്കാർ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ആഴം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ആഴമാണ്. കുറേ ദൂരം നമുക്ക് നടന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു ദൂരം മാത്രമേ, അല്ലെങ്കിൽ ഡെപ്ത് മാത്രമേ ഈ സീക്കുള്ളൂ. അപ്പോൾ ഇതൊരു സീസൈഡ് ബീച്ചാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മനോഹരമായ ബീച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു ഈദ് ആഘോഷങ്ങളൊക്കെ ഇവിടെ തുടങ്ങുവാണ്. ഇത് കഴിഞ്ഞിട്ട് നൈറ്റിൽ സാബത്തും അതുപോലെ തന്നെ നികാസൊക്കെ വരും. കുട്ടികൾ 2 പേരും ഫുട്ബോൾ ട്രെയിനിങ്ങിന് പോയിരിക്കുവാണ്. അപ്പോൾ അവർ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് അവരെയും കൂടെ പിക്ക് ചെയ്തിട്ടായിരിക്കും നൈറ്റ് ഡിന്നറൊക്കെ കഴിക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ഈദ് ആഘോഷങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഈ ബുദയ ബീച്ചിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഇത് ബുദയയിൽ ഉള്ളൊരു പബ്ലിക് ബീച്ചാണ്. ഈദ് പ്രമാണിച്ചിട്ടാണ് ഇത്രയും ഒരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ എന്തെങ്കിലും ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഈ ഫുഡ് ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. വൻ തിരക്കാണ്. ഇതൊരു പബ്ലിക് ബീച്ച് ആയതുകൊണ്ട് എല്ലാ എൻട്രി ഫ്രീ ആണ്. അപ്പോൾ എൻട്രി ഫ്രീ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു പബ്ലിക് ബീച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറേ നേരമൊക്കെ ഇരുന്നിട്ടതിന് ശേഷം ഇവിടുന്ന് പോവുകയാണ്. ഞങ്ങളങ്ങനെ ബുദയ ബീച്ചിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഡേ ടു ഡേ സ്റ്റേഷനറി കടയിലാണ്. അപ്പോൾ രാജാണിത് റെക്കമെൻഡ് ചെയ്തത്. ഒരുപാട് ബുക്സ്, നോട്ട് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ തുറക്കാറായല്ലോ. അപ്പോൾ ഇവിടുന്ന് ബുക്സൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ളൊരു പരിപാടിയാണ്. എന്തായാലും ഞാനും ആദ്യമായിട്ടാണ് ഈ ഡേ ടു ഡേയിൽ വരുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാം. ഞങ്ങൾ ബുദയിലെ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ജനുസിനുള്ള ഡേ ടു ഡേ ബുക്ക് സ്റ്റോളിലാണ്. അപ്പോൾ കുട്ടികൾക്കുള്ള ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, ഈദ് കഴിഞ്ഞിട്ടിപ്പോൾ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ അതിൻ്റെ
ബുക്സും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പം അച്ചു ഇപ്പോൾ 7th സ്റ്റാൻഡേർഡിലേക്ക് പോകും. അതുപോലെ തന്നെ കിച്ചുമോൻ 4th സ്റ്റാൻഡേർഡിലേക്ക് പോകും. നമ്മൾ റിഫ ക്യാമ്പസിൽ നിന്ന് നേരെ ഈസാ ടൗൺ ക്യാമ്പസിലേക്കാണ് ഇപ്പോൾ അവർ വരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നൊരു ഈദ് ദിവസമാണ്. ഈദിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോ കൂടെ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഉമ്മലസത്തേക്കാണ്. അവിടെ പോയി ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഞങ്ങൾ ജനുസിനുള്ള ഡേ ടു ഡേ എന്ന് കുട്ടികൾക്ക് ആവശ്യമുള്ള ബുക്സൊക്കെ എടുത്തതിന് ശേഷം നേരെ പോയത് ഉമ്മലസത്തുള്ള ഓറഞ്ച് കോഫി ഷോപ്പിലേക്കാണ്. അപ്പോൾ ഞാനും ബിനുവും രാജും സീനയൊക്കെ അവിടെ പോയി ഒരു ചൂട് ചായയും കോഫിയൊക്കെ കുടിച്ചിരിക്കുന്ന സമയത്താണ് സാബത്ത് ഫാമിലി നികാസൊക്കെ അവിടേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെ ഞങ്ങളങ്ങനെ കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഒരു നൈറ്റ് ഡ്രൈവ് പോയി. ആ നൈറ്റ് ഡ്രൈവിൻ്റെ വിശേഷങ്ങളൊന്നും ഈ ഒരു വീഡിയോസിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആവുമെന്ന് വിചാരിച്ചാണ് അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയത്. ഞങ്ങളുടെ ഈദിൻ്റെ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈദിൻ്റെ 2ാമത്തെ ദിവസത്തെയും 3ാമത്തെ ദിവസത്തെയും വിശേഷങ്ങളൊക്കെ പാർട്ട് 2ഉം പാർട്ട് 3ഉം അതുപോലെ തന്നെ പാർട്ട് 4ഉം ആയിട്ടൊക്കെ ഇറക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു വീഡിയോസും നിങ്ങൾ കാണാണ്ടിരിക്കരുത്. എല്ലാം നല്ല വീഡിയോസ് ആയിരിക്കും. ഈദിൻ്റെ വിശേഷങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ അടങ്ങിയ വീഡിയോസ് ആയിരിക്കും ഞങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഞങ്ങൾ എന്തായാലും ഉമ്മലസത്ത് നിന്ന് നേരെ ഓറഞ്ച് കോഫി ഷോപ്പിന് നേരെ പോയത് നൈറ്റ് ഡ്രൈവിനാണ്. നൈറ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഡിന്നർ കഴിക്കാനായിട്ട് ഇപ്പോൾ കയറിയിരിക്കുന്നത് കാലിക്കട്ട് സ്റ്റോറിലൊക്കെയാണ്. കാലിക്കട്ട് സ്റ്റോറിൻ്റെ വിശേഷങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും മനോഹരമായ ഒരു ഈദ് വിശേഷങ്ങളുടെ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഞങ്ങളുടെ ഈദ് മുബാറക്ക്.